ഹലോ ഗൈസ്, സെപ്പ വ്ളോഗ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഇന്നിവിടെ പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്യാം. എൻ്റെ രണ്ട് കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ താമസിക്കുന്ന വീട് ഇതാണ്. അപ്പം രണ്ട് അപ്പാർട്ട്മെൻറ്റായിട്ട് അവിടെ എടുത്തിട്ട് ഇതും അവരുടെ അപ്പാർട്ട്മെൻറ്റാണ്, ഇതും അവരുടെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം രണ്ട് കിച്ചണിൽ അടുപ്പിച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് ആകുന്നുണ്ട്. പിറന്നാൾ എൻ്റെ ചെറുക്കൻ ഏതാണ്, ഇവൻ്റെ ബേസിലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അടിപൊളി ബീഫുണ്ട്, പിന്നെ ചിക്കൻ കറി. എന്തോ ചിക്കനാ, എന്തോ ചിക്കൻ കറിയാ? തേങ്ങ അരച്ച ബാക്കിയാ മലബാരി സ്റ്റൈൽ ചിക്കൻ കറി. അതാണ് മലബാരി സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ട്. പിന്നെ സാധനം ഇത് എന്തോത്തിന് വേണ്ടിയുള്ള എന്തോത്തിനുള്ള ബീഫ്? റോസ്റ്റ് ഉണ്ട്. ഇപ്പം വമ്പം പരിപാടിയാണ്. കൗണിസ് കാണാത്ത, ഇതുവരെ അറിയാത്ത അതുപോലത്തെ വമ്പം പരിപാടിയാണെന്നാണ് സ്വയം പറയുന്നത്. മോനെ അടിപൊളി പൊറോട്ടയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണലാണ്. മറ്റേ ഞാൻ ആഷിലിന്റെ സ്പെഷ്യലായിട്ടുള്ള പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിടിയെപ്പറ്റി ആഷിലിരുന്ന് വമ്പൻ എക്സ്പ്ലനേഷൻ ആണ്. നാട്ടിലെ പ്രൊഫഷണൽ ഷെഫാന്നൊക്കെയാണ് പറയുന്നത്. എളിമ കണ്ടില്ല അവൻ ചെറുക്കൻ്റെ, അത്രയ്ക്ക് എളിമയുള്ള മനുഷ്യനാണ്. ആക്ച്വലി ഇന്നത്തെ സ്പെഷ്യലാണോ ഇത്? ആർക്ക് വേണ്ടിയാണ് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളത്? പറയൂ. ബർത്ത്ഡേക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ശ്രീധരനുണ്ട്. അതെ, ഇതിപ്പോ ഇതിന്റെ കൂടെ ചിക്കൻ കറി, ബീഫ്, പൊറോട്ട അപ്പുറത്തുണ്ട്. അപ്പുറത്തേക്ക് ജയ്സ്മെല്ലിന്റെ സ്പെഷ്യൽ സാധനം മന്തി റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. പണ്ട് അറബിയുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി എല്ലാം തിളച്ച് റെഡിയായി വരണം. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് യൂണ് കളിക്കാം. അപ്പം എന്തായാലും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പാർട്ടി പോപ്കോൺ സെറ്റാണ്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. പുതിയ ഉടുപ്പല്ലേ? ഞാൻ ഡയറ്റിലല്ലേ, ഷുഗർ ഡയറ്റ് ഒന്നും അല്ലല്ലോ. അതാണ് ഇങ്ങനെയാണോ ലാൻഡ്സ്കേപ്പ് പറ്റുള്ളൂ? ലാൻഡ്സ്കേപ്പ് പറ്റൂ. ചുമ കുറച്ച് വിളമ്പുന്ന ലേ
അബ്ദുള്ള പേര് മാത്രമേ നാട്ടിലെ ഗുണ്ട. ഇത് സമ്മാടകൻ ആയ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മെയിൻ, അടുത്ത മെയിൻ ഇത് ശിവ മെയിൻ. മീനെന്നത് പറയണേ, പക്ഷെ ആരും അർത്ഥം ചെയ്തില്ല. ഫുഡൊക്കെ റെഡി ആയിരുന്നു. എമ്മി ഫുഡൊക്കെ ഉണ്ട്. ശിവ ഫുഡ് എങ്ങനെയുണ്ട്? ഞാൻ നോക്കുന്നില്ല. കൂടിയിട്ടാവും പിടിയിട്ടെന്ന് ഞാൻ പിന്നെ എന്താ ചെയ്യാ. ഞങ്ങൾ സ്വന്തം അളിയൻ പോവാണ്. അളിയന് രാവിലെ ജോലിയുണ്ട്. അളിയന് കറങ്ങുന്ന കസേരയിൽ ജോലി ചെയ്യണം. അതുകൊണ്ട് നാളെ അതിരാവിലെ 6 മണിക്ക് അളിയൻ കറങ്ങുന്ന കസേരയിലേക്ക് എത്തും. പെട്ടെന്ന് കണ്ടപ്പോഴത് പരിപാടി കഴിഞ്ഞ ശേഷം നമ്മൾ തന്നെ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. ഒരു കിടക്കാച്ചി പരിപാടിയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. എന്ത് പറഞ്ഞാൽ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന നല്ല കുറേ നിമിഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പരിപാടിയായിരുന്നു. നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാതെ ശ്രമിക്കുക. അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട്.